ഹലോ, എല്ലാവർക്കും റോസാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും വരയ്ക്കുന്നവർക്കും ഒരുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത്. എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. വരയ്ക്കാനായിട്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വരച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമാണ്. അപ്പൊ അതിനുള്ള പരിഹാര മാർഗവും അതുപോലെ തന്നെ വ്യത്യസ്തമായിരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പലരും പല രീതികൾ ട്രൈ ചെയ്തവരായിരിക്കും. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും, അതും പേഴ്സണൽ ആയിട്ട്. ഉദാഹരണത്തിന് വരച്ചു തുടങ്ങുമ്പോൾ നിരന്തരമായിട്ട് തെറ്റിപ്പോവാറുണ്ട് പലപ്പോഴൊക്കെ, അല്ലെ? അപ്പൊ ഈ ഒരു പ്രശ്നം പലർക്കും പല കാരണങ്ങൾ കൊണ്ട് വരുന്നതാണ്. ഒരേ രീതിയിലുള്ള ഒരു പരിഹാര മാർഗം എല്ലാവർക്കും നിർദ്ദേശിച്ചാൽ അത് കറക്റ്റ് ആവോ? ഇല്ല അല്ലെ? പേഴ്സണൽ ആയിട്ട് നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് വീഡിയോന്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യമായിട്ട് ഒരു ആർട്ടിസ്റ്റ് വരയിൽ നേരിടുന്ന 15 പ്രശ്നങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിലും കൂടുതൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത് വളരെയധികം റിലേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ആദ്യത്തേത് മടിയാണ്. നമ്മൾ എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ പല റീസൺ കൊണ്ടാണ് മടി ഉണ്ടാവാറുള്ളത്. ഒരുപാട് രീതിയിലുള്ള എക്സ്പെക്ടേഷൻ വെക്കുന്ന സമയത്ത് ഉണ്ടാവാം. അതുപോലെ തന്നെ ബേസിക്സ് ഒന്നും അറിയാം, അല്ലെങ്കിൽ തുടക്കക്കാർക്കാണ് കൂടുതലും മടി ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. അപ്പം അത് എന്തുകൊണ്ടെന്നൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു വർക്ക് നോക്കിയിട്ട് കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് വളരെയധികം ഡീറ്റെയിലേഷനുള്ള വർക്കൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നല്ല കളർഫുൾ ആയിട്ട് പല കാര്യങ്ങളും അതിൽ നമ്മൾ പഠിക്കാനായിട്ടുണ്ടാവും. അപ്പം വലിയ രീതിയിലുള്ള വർക്കുകൾ നമ്മൾ ഫസ്റ്റ് തുടക്ക സമയത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ രീതി എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് കിട്ടാതാവുകയും അതുമൂലം നമുക്ക് മടി ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ബേസിക്സ് ഒന്നും അറിയാത്തത് കൊണ്ടും നമ്മൾ ഇരിക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ നമ്മളെ മൈൻഡ്, ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് മടി ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓരോരുത്തർക്കും പല കാരണങ്ങൾ കൊണ്ടാണ്. അത് ശരിക്കും നമ്മൾ വരയ്ക്കാൻ ഇരിക്കുമ്പം എന്തൊക്കെ ചിന്തകളാണ് നമുക്ക് വരുന്നതെന്നുള്ളതും അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് അതിന്റെ പരിഹാര മാർഗം നിർദ്ദേശിക്കാൻ പറ്റും. രണ്ടാമത്തത് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. വരയ്ക്കാനായിട്ട് നമുക്കറിയാം, മെറ്റീരിയൽസിനൊക്കെ ഭയങ്കര കോസ്റ്റ് ആണ്, അല്ലേ? അപ്പം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, മെറ്റീരിയൽസ് ഇത്രയധികം കോസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ വരയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല, അതൊന്നും വാങ്ങിക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് തന്നെ തരേണ്ടതാണ്. കാരണം മെറ്റീരിയൽസ് കൊണ്ട് മാത്രമൊന്നുമല്ല, നമുക്കറിയാം അല്ലെ, ചീപ്പായിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് തന്നെ എത്തരത്തിലൊക്കെ വർക്ക് ചെയ്തെടുക്കാന്നുള്ളത് കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം അത് നിങ്ങളെ വർക്കിൽ അത് എങ്ങനെയാണ് മിസ്റ്റേക്സ് വരുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുതരും. നമ്മൾ പറയുന്നത് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസ് ഒന്നും വാങ്ങിക്കാതെ തന്നെ നല്ല രീതിയിലുള്ള പിക്ചേഴ്സ് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ അടുത്തത് സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. നമ്മൾ പലരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ്, അല്ലേ? അപ്പം അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. കറക്റ്റായിട്ടൊരു ഗൈഡ് ലൈൻ കിട്ടാതെ പോകുന്നത് കൊണ്ടും, അതുപോലെ തന്നെ പേടി, പല രീതിയിലായിരിക്കും പേടി. കാരണം വരച്ച റെഡി ആവില്ല, അത് പല ആളുകളും അത് കമ്പാരിസൺ നടത്തും, പല രീതിയിലുള്ള ക്രിറ്റിസിസം, അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പേടി ഉണ്ടാവാം. അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇല്ലാത്തത്, ഈ ഒരു പ്രോപ്പറായിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ വർക്ക് ചെയ്യുന്നെങ്കിലൊക്കെ ഇത്തരത്തിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അപ്പം അത് പരിഹരിക്കേണ്ടതും നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതുള്ളത്, നമ്മളെ വർക്കിന്റെ ഇപ്പോഴത്തെ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിനുള്ള പരിഹാരം നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് വരുന്നതാണ്, അല്ലെ? അത് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു വേ മനസ്സിലാക്കാതെ ചെയ്യുന്ന സമയത്താണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് അവസാനം ചെയ്യും, അവസാനം ചെയ്യേണ്ടത് ആദ്യം ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ മിസ്റ്റേക്സ് വരുന്നത്. മാത്രമല്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധക്കുറവും കൂടെ അതിൽ വരുന്നതാണ്. പെട്ടെന്ന് നമ്മൾ ചെയ്യരുത്. തുടങ്ങുന്ന സമയത്ത് വളരെയധികം ആലോചിച്ച് വളരെ അധികം ശ്രദ്ധിച്ച് സ്പീഡ് കുറച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് ബോഡി പെയിൻ ആണ്. നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിലല്ല പെൻസിൽ ഹോൾഡ് ചെയ്യുന്നെങ്കിൽ ഭയങ്കര മസിൽ പിടിച്ചിട്ട്, അല്ലെങ്കിൽ ഭയങ്കര പ്രഷർ പേപ്പറിനാണെങ്കിലും അങ്ങനെയൊക്കെ കൊടുത്തിട്ട് പല രീതിയിൽ നമ്മൾ പിടിക്കും. അപ്പോൾ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റ് കൊടുത്തിട്ട് വരയ്ക്കാത്ത സമയത്തും ഇതുപോലെയുള്ള പെയിൻ ഉണ്ടാവും, അല്ലേ? അപ്പം ആ രീതിയിൽ പ്രോപ്പറായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് അതിനെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ബോഡി പെയിനും കാര്യങ്ങളൊക്കെ വരുന്നത്.
അടുത്തത് നമ്മൾ വരയിലെ വേഗത കുറവാണ്. ഇത് നല്ലതുമാണ്, അതുപോലെ തന്നെ ചീത്തയായിട്ട് ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഇതൊരു പ്രശ്നമായിട്ട് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് അതൊരു പ്രശ്നമാണ്, ചിലർക്ക് അതൊരു ഗുണമാണ്. നമ്മൾ ഒരുപാട് ഡീറ്റെയിൽഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്രയും ക്ഷമയും അത്രയും സമയവും കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ആ ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് വരയിലെ സ്പീഡ് കുറവ് നമുക്ക് നല്ലതായിട്ടാണ് വരുന്നത്. എന്നാൽ ചില സമയത്ത് ഭയങ്കര പേടി ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒക്കെ കാരണങ്ങൾ കൊണ്ടും നമുക്ക് വേഗത കുറയും. അതുപോലെ തന്നെ നമ്മളത് വളരെയധികം ആയിരിക്കും ചെയ്യുക. ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മളെ ലൈഫിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമ്മൾ സ്ലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫാസ്റ്റ് ആക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തകളൊക്കെ ഉള്ള ആളുകളുണ്ട്. അങ്ങനെയൊന്നുമല്ല, അതൊക്കെ ഫാസ്റ്റ് ആക്കാനുള്ള പല വഴികളുണ്ട്. അപ്പം ഇത്തരത്തിൽ ആ ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് എങ്ങനെയാണ് ഇത് മാറ്റുക എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു വേ നമ്മൾ പറയുന്നതോടൊപ്പം അത് ഫോളോ ചെയ്ത് വരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സപ്പോർട്ട് കിട്ടാത്തത് അത് പല രീതിയിലുണ്ടാവും. നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, നമ്മളെ ഫാമിലീൻ്റെ അടുത്ത് നിന്ന്, അതുപോലെ തന്നെ നമ്മൾ പ്രിയപ്പെട്ട പലരിടത്തുനിന്നും ആ രീതിയിൽ നമ്മൾ ചെയ്ത കാര്യത്തിനെ വളരെ നെഗറ്റീവായിട്ട് അവർ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്. ആ സമയത്താണ് നമുക്ക് ഈ സപ്പോർട്ട് കിട്ടാത്ത ഭയങ്കര വിഷമാവുകയും നമ്മളെ വർക്കിനെ കുറിച്ച് നമുക്ക് തന്നെ ഒരു മോശം അഭിപ്രായം വരും. അപ്പൊ അത്തരത്തിൽ സ്റ്റോപ്പ് ചെയ്ത ആളുകൾ വരെയുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടങ്ങുന്ന സമയത്ത് നമ്മളെ വർക്ക് ബെറ്റർ ആക്കാനല്ല, നമുക്ക് ആ ഓരോ വർക്കിലും പലതും പഠിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് വരുന്ന സമയത്ത് അത് അടുത്ത പ്രാവശ്യം അത് നമ്മളൊരു പാഠമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പം അത്തരത്തിലായിരിക്കണം നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരേണ്ടത് ഓരോ വർക്കിലും. അല്ലാതെ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വളരെയധികം ഒരു പ്രശ്നത്തിലേക്ക് അത് പോവും. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം പോലും നമുക്ക് അതിൻ്റെ ഒരു താല്പര്യം നഷ്ടപ്പെടുകയും അത് പിന്നെ ചെയ്യാതിരിക്കുകയും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇതും കറക്റ്റ് റീസൺ ഇങ്ങനെ തന്നെ ആയിരിക്കില്ല, ഓരോരുത്തരുടെ കേസിൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അടുത്തത് വിമർശനമാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ടൈപ്പ് ആളുകൾ നമ്മൾ കൂടുതൽ വിമർശിക്കാറുള്ളത് അല്ലേ. അപ്പം ഇത്തരത്തിൽ വിമർശനങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട സമയങ്ങളുണ്ട്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്സ് അതിനുണ്ട്. അപ്പം ഈ വിമർശനം എങ്ങനെ നേരിടാന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും നമുക്കത് തടയാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഇതെങ്ങനെ നേരിടാം, അത് ഓരോരുത്തരുടെ ലൈഫിലും പല രീതിയിലായിരിക്കും അത് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അത് വന്ന വഴി മനസ്സിലാക്കുക എന്നുള്ളത് മാത്രം നമ്മളിപ്പം ആലോചിച്ചാൽ മതി. അടുത്തത് കളർ ബ്ലൈൻഡ്നെസ്. നമ്മൾ പല കളേഴ്സും മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇത്. ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് കളർ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അത് ഭയങ്കര വലിയൊരു നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവരും പല ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത്തരത്തിൽ വര നിർത്തിയവർ വരെ ഉണ്ട്. നമ്മൾ അറിയുന്നവരും അറിയാത്തവരൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേര് ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രമായിട്ട് വര നിർത്തിയിട്ടുണ്ട്. അപ്പം അതും നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്തത് ഫോക്കസ് കിട്ടാത്തതാണ്. ഫോക്കസ് കിട്ടാത്തതിന് പല റീസൺ ഉണ്ട്. നമ്മൾ നെഗറ്റീവ് തോട്ട്സ്, അതായത് നെഗറ്റീവായിട്ട് പലതും ചിന്തിക്കുന്നത് കൊണ്ടും, അതുപോലെ തന്നെ പലതരത്തിലുള്ള അഡിക്ഷൻ നമുക്ക് ഉള്ളത് കൊണ്ടും, അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാറ്, ഫോക്കസ് നഷ്ടപ്പെടാറുണ്ട്. അതുപോലെ തന്നെ റിയാലിറ്റി ആയിട്ട് ഒരു ബന്ധമില്ലാതെ നമ്മൾ ജീവിക്കുന്ന സമയത്ത്, അതന്നെയാണ് പറഞ്ഞത്, ഒരു അഡിക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് റിയാലിറ്റി ആയിട്ട് അത്ര വലിയ ടച്ച് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെയാണ് ഈ ഫോക്കസ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടാത്തത്. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുക. അത് മാറ്റിയെടുക്കാനായിട്ട് എളുപ്പം പറ്റില്ല. അപ്പോൾ വരയിലൂടെ തന്നെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് മാനസിക ബുദ്ധിമുട്ട് അല്ലെ. ഈ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും വരയ്ക്കുന്നത്. പക്ഷെ അതിനോട് പോലും ഭയങ്കരമായിട്ടൊരു മടുപ്പ് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവാനും, അതുപോലെ തന്നെ ഒന്നിലും ഫോക്കസ് കിട്ടാതെ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള പല പ്രശ്നങ്ങളും ഒരുമിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ ആണിത് അല്ലെ. സ്വന്തമായിട്ട് വരുത്തി വെക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഫാമിലി എന്നുള്ളതായിരിക്കും. നമ്മൾ പൊതുവെ പുറത്തിറങ്ങി നടക്കുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ എത്തരത്തിൽ അത് പരിഹരിക്കാൻ പറ്റാത്തത് കൊണ്ടൊക്കെയാണ് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പം അതും നമുക്ക് വരയിലൂടെ തന്നെ മാറ്റിയെടുക്കാം. അടുത്തത് നമ്മൾ ഏജ് ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട് പലപ്പോഴും. കാരണം ഒരുപാട് വയസ്സായി, അതുകൊണ്ട് ഓർമ്മയൊന്നും നിൽക്കുന്നില്ല, പലതും ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പല രീതിയിൽ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ നമ്മൾ ആലോചിച്ച് ഉണ്ടാക്കി എടുക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഇത്തരത്തിൽ നമ്മളിപ്പോൾ വയസ്സായെന്ന് വെച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നുണ്ടോ? ക്രിയേറ്റീവായിട്ട് നമ്മൾ ഡെയിലി നമ്മളെ ലൈഫിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് ഒരു ആർട്ട് എന്നുള്ള രീതിയിലേക്ക് മാറുന്ന സമയത്ത് മാത്രം നമുക്ക് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ വരുന്നത്.
അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് ഒരു പുരോഗതി ഇല്ല എന്നുള്ളതാണ്. ഒരു മിഡിൽ സ്റ്റേജിൽ, ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ലെവലൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് അടുത്തൊരു പുരോഗതി നമുക്ക് കാണുന്നില്ല. വരച്ച് ആ ഒരു ടൈപ്പിൽ തന്നെ വരച്ചുകൊണ്ട് പോവുക, അത്യാവശ്യം കുഴപ്പമില്ലാതെ വരയ്ക്കുന്നുണ്ട് എന്നൊക്കെയാണ്. പക്ഷെ ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ല ആ ഒരു സ്റ്റേജിൽ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്കൊരു ലക്ഷ്യം ഇല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ പ്രാക്ടീസ് കുറവുള്ളത് കൊണ്ടാണ്. നമ്മൾ വിചാരിച്ചൊരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അത്ര അധികം പ്രാക്ടീസ് ചെയ്യില്ല പിന്നെ. അതുപോലെ തന്നെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുണ്ട്. നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാത്തതും അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകണം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ആദ്യം തുടക്കത്തിൽ എടുത്തൊരു എഫേർട്ട് എടുക്കുന്നില്ല. ആ ഒരു കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത്. അടുത്തത് കമ്പാരിസൺ. നമ്മൾ തന്നെ നമ്മളൊരു വർക്ക് മറ്റൊരു ആർട്ടിസ്റ്റിന്റെ വർക്കായിട്ട് കമ്പയർ ചെയ്യും. അത് നമ്മൾ കൂടെ പഠിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ചാനലിൽ, അങ്ങനെ ആരും ആയിക്കോട്ടെ. അത് നമ്മൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം അവർ പ്രാക്ടീസ് ചെയ്ത അത്രയ്ക്കൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഓരോരുത്തർക്കും അതിന്റെ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ അതിന്റെ ഹാർഡ് വർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഒരാൾ ഒരു 4 തവണ വരച്ചാലാണ് ആൾക്ക് അടുത്ത തവണ ബെറ്റർ ആവെങ്കിൽ ചിലര് അത് ഒരു തവണ വരച്ചാൽ മതിയാവും. അപ്പൊ ആ രീതിയിലുള്ള വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നമ്മൾ മറ്റുള്ള ഒരാൾ വോക്കായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. അപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇമാജിനേറ്റീവ് ഡ്രോയിങ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ക്രിയേറ്റിവിറ്റി ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. ക്രിയേറ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും കോപ്പി ചെയ്യാൻ മാത്രമായിട്ടാണ് ശ്രമിക്കുന്നത്. എപ്പോഴെങ്കിലും ക്രിയേറ്റീവായിട്ടൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെയിനും വർക്ക് ചെയ്യണം അതിൻ്റെ ഒപ്പം. അപ്പം ക്രിയേറ്റിവിറ്റി വളർത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതും ഈ ഒരു പ്രശ്നത്തിനുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ്. അപ്പോൾ 15 പോയിന്റ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. എങ്ങനെയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അത് എന്തുകൊണ്ടാണ് വരുന്നതെന്നൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. ഇതിൽ പലതും നിങ്ങൾക്ക് ഭയങ്കര അധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലേ? അപ്പൊ ഇനി അറിയേണ്ടത് ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് എങ്ങനെയാണ് പേഴ്സണൽ സൊല്യൂഷൻ കിട്ടാന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു ആർട്ട് ലവറിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല താഴെ കാണുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഉടൻ തന്നെ അതിന് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.